ചിലപ്പോഴെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായി കുറച്ച് സമയം മാറ്റിവെക്കണം. എല്ലാവർക്കും DNDJ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവിധ ടെൻഷനും മറന്ന് ചിലപ്പോഴെങ്കിലും ഇതേപോലെ ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. നമ്മുടേത് മാത്രമായ കുറച്ച് സന്തോഷങ്ങളെ നമുക്ക് തിരികെ പിടിക്കാൻ. എന്നും കുട്ടികളും വീടും വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇതേപോലെ ഒരു ചെറിയൊരു ട്രിപ്പ് പോയാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചത്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് നമുക്ക് വേണ്ടി മാത്രമായി കുറച്ച് സമയം മാറ്റിവെക്കുക, നമ്മുടേത് മാത്രമായ കുറച്ച് സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നൊക്കെയുള്ളത്. കുറേ കാലമായി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇപ്പോഴാണെന്ന് നടത്തിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയത്. വേറൊന്നുമല്ല, എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുക അതൊന്നും അത്ര പോസിബിൾ അല്ല. പക്ഷേ പോയതിൻ്റെ വിശേഷം പറയാനാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇടയ്ക്കൊക്കെ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ കുറച്ച് യാത്രകൾ നമ്മൾ മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ആയാലേ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും ഒരേപോലെയുള്ള ജീവിതം അത് എത്രത്തോളം അടുപ്പിക്കുന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ ബോട്ടിൽ ഒരു 2 മണിക്കൂർ ജസ്റ്റ് ഒന്ന് ചുറ്റിയടിക്കുക. എപ്പോഴും റോഡിലൊക്കെ അല്ലേ പോകുന്നത്, ഒരു ചേഞ്ചിന് കായലിലൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആതിരയുടെ ഐഡിയ ആണെങ്കിലും ഞങ്ങളെല്ലാവരും അത് ശരിവെച്ചു. അത് നല്ലൊരു വേറിട്ട എക്സ്പീരിയൻസ് ആവുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി ഞങ്ങളുടെ യാത്ര അങ്ങ് തുടങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കയറിയപ്പോഴേ ഫോട്ടോഷൂട്ട് തുടങ്ങി. നമ്മളെവിടെ പോയാലും ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നതൊരു ഹോബിയാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ പറയണ്ട, അവർക്കൊക്കെ എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല. എന്നാലും അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും മാറി മാറി നിന്ന് പോസ് ചെയ്തു, കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. പിന്നെ ചുറ്റിലും നിറയെ വെള്ളം, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, പലതരത്തിലുള്ള ബോട്ടുകളും കുഞ്ഞു വള്ളങ്ങളും. ശരിക്കും അതൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ആൾക്കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോഴത്തേക്ക് ഉള്ളിലൊരു പേടിയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുട്ടനാടിൻ്റെ മടിയിൽ കിടന്ന് വളർന്ന ആൾക്കാർക്കൊക്കെ എന്ത് പേടിക്കാനാ. ഈ ഒരു ഏരിയ ഒക്കെ കണ്ടപ്പോൾ എന്തായിരുന്നു ഭംഗി, നല്ല പച്ചപ്പ്, അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന കണക്ക് ഒരു ദ്വീപിലകപ്പെട്ടൊരു ഫീലായിരുന്നു കേട്ടോ. നന്നായിട്ട് അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. പിന്നെ ഈ ടെൻഷൻസൊക്കെ മറക്കാനാണ് ഇവിടെ വന്നെങ്കിലും ഇടയ്ക്കൊന്ന് വീട്ടിൽ വിളിച്ചപ്പോൾ കുഞ്ഞ് കരച്ചിലാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് ഡൗൺ ആയി. പിന്നെയും ഒന്ന് റിക്കവറായി വന്നു. കാരണം ഇത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ചൂസ് ചെയ്ത് കുറച്ച് സമയമാണല്ലോ. ഇത് ശരിക്കും വേമ്പനാട് കായലിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് കേട്ടോ ഈ പുന്നമട കായൽ. ഇവിടെയാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസൊക്കെ നടക്കുന്നത്. ഞങ്ങൾക്ക് വള്ളംകളിയുടെ ട്രയലൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു ഓണത്തിൻ്റെ വൈബൊക്കെ എത്തിത്തുടങ്ങുമ്പോഴേ വള്ളംകളിയുടെ മൂഡും അങ്ങ് നന്നായി എല്ലാവർക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് ആലപ്പുഴ കുട്ടനാട് ഏരിയയിൽ. അതുമാത്രമല്ല, ഈ കുട്ടനാടും ഈ കായലും എല്ലാം പശ്ചാത്തലമാക്കി നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ അരങ്ങേറിയിട്ടുണ്ട്. ഒന്നോർത്ത് നോക്കിയാൽ ഇവിടുത്തെ ഏരിയയുടെ ഭംഗി തന്നെയായിരിക്കും എല്ലാത്തിൻ്റെയും മെയിൻ റീസൺ. ഈ ഏരിയ കണ്ടോ, ഇതൊക്കെ ശരിക്കും ഞാൻ റിയൽ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമ്മൾ സിനിമകളിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെയാണ് ശരിക്കും ബോട്ടുകളൊക്കെ നിർമ്മിക്കുന്നത്. ചെറിയ വള്ളങ്ങൾ തുടങ്ങി വലിയ ഹൗസ് ബോട്ട് വരെ ഇവിടെ ഉണ്ടാക്കും എന്നാണ് എനിക്ക് ഈ വിഷ്വൽസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക ഏരിയയ്ക്ക് എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു ചെറിയ റിസോർട്ട് കണ്ടപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വന്ന് സ്റ്റേ ചെയ്താൽ കൊള്ളാം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായി. പക്ഷേ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സും അതോടൊപ്പം തന്നെ എനിക്കുണ്ടായിട്ടോ. എന്തൊക്കെയായാലും ഇവിടെ കാണാൻ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബോട്ടിൽ ചേട്ടൻ ഞങ്ങളെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ചെറിയൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി. അന്നേരമാണ് ഈ ഒരു കക്ഷിയെ ഞങ്ങളുടെ കയ്യിലും തോളിലും ഒക്കെ നിർത്തി തന്നത്. ഞങ്ങളിൽ പലരും ഫസ്റ്റ് ടൈമാണ് ഈ പരുന്തിനെയൊക്കെ തോളിലും കയ്യിലും ഒക്കെ വെച്ച് ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ ഒന്ന് പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നേ.
പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും മാറി മാറി വെച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കൂട്ടത്തിൽ ധൈര്യശാലിയാണെന്ന് കാണിക്കാനാണോ എന്നറിയില്ല, 5 പരുന്തിൻ്റെ തലയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഒന്നും കൂടി ഒന്ന് ഉഷാറാവാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ എത്തി, പഴംപൊരി എത്തി, ഞങ്ങളതൊക്കെ ഇരുന്നുകൊണ്ട് കഴിച്ചു, ആസ്വദിച്ചു. പുറകിലൊരു വയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം അതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ബോട്ടിലേക്ക് കയറി. അപ്പോൾ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എൻഡ് എവിടെയാണ്, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെയാണ്, വള്ളംകളിയുടെ ട്രയലൊക്കെ നടക്കുന്ന ഏരിയ എവിടെയാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്ന് പറയുന്നത് എന്നും ആലപ്പുഴക്കാർക്ക് വല്ലാത്തൊരു വികാരമാണ്. ഒരാലപ്പുഴക്കാരിയാണെങ്കിലും എനിക്ക് ഇന്നേ വരെ അങ്ങോട്ടേക്കൊന്ന് പോയി അത് കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഇത്തവണ ട്രയൽ നടക്കുന്നതെങ്കിലും കാണാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അതും നടന്നില്ല. ട്രയൽ കണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ ആ ടീം അവിടെ ട്രയലിന് വേണ്ടിയിട്ട് വരുന്നത് അതൊരു 1.5 കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ തോന്നും അവർ ഡയറക്റ്റ് വെള്ളത്തിൻ്റെ മുകളിൽ ഇരുന്നാണോ വരുന്നതെന്ന്. അതേപോലൊരു ഫീലാണ് അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. ട്രയൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ സ്റ്റാർട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് കാണാനും പറ്റിയില്ല. അവിടെ കുറച്ചധികം നേരം പോസ്റ്റായി എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് വൈകാതെ തന്നെ കരയിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആതിര പറഞ്ഞത് ആതിരയുടെ വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു ചായ കുടി സൽക്കാരമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അവിടെ പോയി ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് ഒരു ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങി. കല്യാണത്തിന് മുൻപാണ് ഇതേപോലെ ഒന്ന് അടിച്ച് പൊളിച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ എല്ലാ കടയിലും കയറി ഇറങ്ങി കുറേ സമയം പോയി. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സന്തോഷങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നും. വെറുതെ ഇങ്ങനെ ജീവിച്ച് ലൈഫ് തീർത്തു എന്നൊരു റിഗ്രറ്റ് അത് ഉണ്ടാവരുത് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇന്ന് പോയ ഫോട്ടോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടേക്കണേ. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കണ്ട. അപ്പോൾ ബൈ.